ഈ 10:50 നടന്നിട്ടുള്ള ഈ കാര്യം ആദ്യമായി പുറം ലോകം അറിയുന്നത് 1 മണിക്ക് ശേഷം, അന്ന് 15 മറ്റാണ്. ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വരും. അദ്ദേഹത്തിന് ഇവിടുന്ന് വിവരങ്ങൾ, അദ്ദേഹത്തിന് ആര് അതിൻ്റെ വീഡിയോ കൊടുത്തു, അദ്ദേഹം എങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്, ഇദ്ദേഹം മാത്രമായിട്ട് എങ്ങനെയാണ് ഇത് പുറത്ത് അറിയുന്നൊരു നിലയുണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധനരാജ് കൊല്ലപ്പെട്ട സംഭവം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അറിയാത്ത ഒരാളാണ് അദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നീട് ഈ സമീപകാലത്തൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ കേട്ടത്. എൻ്റെ പേരിലൊരു കേസും ഇല്ല, ഞാനങ്ങനത്തെ പണിക്കൊന്നും പോകുന്ന ഒരാളല്ല. പോലീസ് കേസ് വരുന്നത് ഏറ്റവും വലിയ പിന്നെന്തോ ബാക്കിയെല്ലാവരും ക്രിമിനലുകളും ഗുണ്ടകളും ഒക്കെയാണ്. ഞാൻ വളരെ സാത്വികനാണെന്ന മട്ടിലാണല്ലോ പോകുന്നത്. ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജനുവരി 26-നാണ് വെള്ളൂരിൽ ഒരാളുടെ 18 വർഷം പഴക്കമുള്ളൊരു ബൈക്ക് കത്തിക്കുന്നു. ആളെന്ന് പറയുന്നത് നിലവിൽ MLA ആയിരിക്കുന്ന ആളുടെ ഇടങ്കയും വലങ്കയും എല്ലാമായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കള്ളനാണ് എന്ന് പൊതുസ്വീകരണ കേന്ദ്രങ്ങൾ നാട്ടുകാരെ നോക്കി അലറി വിളിക്കുകയും സംഘർഷ അന്തരീക്ഷം ഏതെങ്കിലും നിരക്ക ആളുകളിൽ നിന്ന് അടിവാങ്ങി കൂട്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളുമാണ്. അത് വേറൊരു വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഭാവിയിലും ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരുന്ന ഒന്നാണ് എന്നുള്ളത് ഇവിടെ കാണാതിരിക്കാൻ വേണ്ടി പറ്റും. അയാളുടെ 18 വർഷം പഴക്കമുള്ളൊരു ബൈക്ക് അയാൾ നിർത്തിയിട്ടെടുക്കുന്നത്, അത് ഉപയോഗിക്കാറൊന്നുമില്ല. ആ ബൈക്ക് ഒരു 50 മീറ്ററിലധികം അപ്പുറത്തേക്ക് രാത്രി ഉരുട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് അതിന് തീ കൊടുത്തത്. പരമാവധി CCTVയിൽ നിന്നും പെടാതിരിക്കുന്നതിനുള്ള ജാഗ്രതയോടുകൂടി, കാരണം അതിന് പറ്റുന്ന ചില ഗവൺമെൻറ്റിൽ നിന്നും ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള നല്ല വിവരവും കാര്യപ്രാപ്തിയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ആളെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞങ്ങളാരും അറിയാത്തത് കൊണ്ടല്ല പറയാത്തത്, ഞങ്ങളാരും ആ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ വണ്ടി കത്തിച്ചു. വണ്ടി കത്തിച്ചതിനെക്കുറിച്ച് അന്ന് തന്നെ LDF എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള പി സന്തോഷ് ഉൾപ്പെടെയുള്ളവർ, LDFിൻ്റെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബൈക്ക് കത്തിച്ചവർ ആരായാലും അവരെ കണ്ടെത്തുന്നതിന് പോലീസ് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 26 കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ജയിച്ചിട്ട് MLA ആയിട്ടുള്ള ആൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ, അദ്ദേഹം ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കണ്ടത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വലിയ പരിചയമുള്ളൊരു സംഗതിയല്ല. അദ്ദേഹം ഇവിടെ വന്നു, പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ മാധ്യമപ്രവർത്തകരെ മുൻകൂട്ടി അറിയിച്ച് എല്ലായിടങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ പോലീസാണ്, ഈ ബൈക്ക് കത്തിച്ചവരെയൊന്നും കണ്ടുപിടിക്കാൻ പോലീസ് സന്നദ്ധമാവില്ല, അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് പോലീസിൻ്റെ നിലപാട് എന്നൊക്കെ ഉള്ള നിലയിൽ ഇവിടെ പ്രചരണം നടത്തി. കേരളം മുഴുവനും ആ പ്രചരണം നല്ല നിലയിൽ സ്വീകരിച്ചു. അതിനു മുമ്പ് ഇയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെട്ടാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരവേലനാണ്. ഇവരൊന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കണ്ടോ എന്നുള്ളത് അവരുടെ കാര്യമാണ്, ഞങ്ങൾക്ക് ബാധിക്കുന്നൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഇവരെവിടെ കിട്ടുന്നതെന്നുള്ളത് ഞങ്ങൾക്കായിരിക്കും അറിയാം. പക്ഷേ പ്രചരണം നടന്നു, ഞങ്ങളെന്തോ വലിയ തടസ്സമുണ്ടാക്കി എന്നുള്ളത്. ഈ സംഭവങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിൽ 20 രാത്രി 10:49 VV കമലാക്ഷി എന്ന് പറയുന്ന വെള്ളൂർ രാമൻകുളത്തിന് ചേർന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരാളുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. രാത്രി 10:50 ബ്രേക്കിംഗ് ന്യൂസ് വന്നു. കേരളം മുഴുവനും വലിയൊരു ഇതായി. ചാനലിലെ ചർച്ചയിലൊക്കെ പല ആളുകളും പയ്യന്നൂരിലെ ഇടതുപക്ഷ ക്രൂരതയെക്കുറിച്ചിട്ടൊക്കെ വലിയ നിലയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളതിലെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, കൃത്യമായി അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളടക്കം സംഘടിപ്പിച്ച് പോലീസിന് നൽകി. ഏപ്രിൽ 20 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം.
ആരും ആയിക്കോട്ടെ, ആരാ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ളത് കണ്ടുപിടിക്കണം. വീട്ടിലേക്ക് എത്തിയില്ല, ഒരു ബോർഡിന് തട്ടിയിട്ട് അത് വീണ് പൊട്ടി എന്നൊക്കെയാണല്ലോ എറിയുന്നത് കാണുന്നുണ്ട്, അവർ പോകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ വീഡിയോ ക്ലിപ്പൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്, CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഏത് കേസും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ശേഷിയുള്ളതാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസ് സംവിധാനം ഫലപ്രദമായി അത് അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ 10:50 നടന്നിട്ടുള്ള ഈ കാര്യം ആദ്യമായി പുറം ലോകം അറിയുന്നത് 1 മണിക്ക് ശേഷം, അന്ന് 15 മറ്റാണ്. ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വരും. അദ്ദേഹത്തിന് ഇവിടുന്ന് വിവരങ്ങൾ, അദ്ദേഹത്തിന് ആര് അതിൻ്റെ വീഡിയോ കൊടുത്തു, അദ്ദേഹം എങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്, ഇദ്ദേഹം മാത്രമായിട്ട് എങ്ങനെയാണ് ഇത് പുറത്ത് അറിയുന്നൊരു നിലയുണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധനരാജ് കൊല്ലപ്പെട്ട സംഭവം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അറിയാത്ത ഒരാളാണ് അദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നീട് ഈ സമീപകാലത്തൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ കേട്ടത്. എൻ്റെ പേരിലൊരു കേസും ഇല്ല, ഞാനങ്ങനത്തെ പണിക്കൊന്നും പോകുന്ന ഒരാളല്ല. പോലീസ് കേസ് വരുന്നത് ഏറ്റവും വലിയ പിന്നെന്തോ ബാക്കിയെല്ലാവരും ക്രിമിനലുകളും ഗുണ്ടകളും ഒക്കെയാണ്, ഞാൻ വളരെ സാത്വികനാണെന്ന മട്ടിലാണല്ലോ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യമാണ് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് മാത്രം കിട്ടുന്നത്, ആരാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, ആരാണ് ഈ നാടകം രൂപപ്പെടുത്തി ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്, തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കും. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. CPM-ൻ്റെ പ്രവർത്തകനും LDF-ൻ്റെ ബൂത്ത് കൺവീനറുമായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള VK കൃഷ്ണൻ്റെ വീട്ടുമുറ്റത്ത്, അയാൾ നല്ല പച്ചക്കറി കൃഷിക്കാരനാണ്, വീട്ടിലെ പച്ചക്കറി നന്നായിട്ടുണ്ട്, ചെടിച്ചട്ടിയിൽ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അവിടെ അത് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന ഒരു നിലയുണ്ട്. ഞങ്ങളൊക്കെ പോയി നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളന്ന് പോലീസോട് പറഞ്ഞു ഇതാരാണ് ചെയ്തതെന്നുള്ളത് കണ്ടെത്തണം. ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതിന് ചില കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അയാളുടെ ഏതോ ബന്ധു, അയാൾക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അയാളെ അവൻ്റെ ചെയ്തതാണെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വസ്തുതാപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അത് ബോധപൂർവമായിട്ട് തന്നെ ചിലരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. VK കൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ ഈ അക്രമം നടത്തി ആ കുടുംബത്തെ ഭീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, കൃഷ്ണനെ നിർവീര്യമാക്കുക തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുടെ വീട്ടിന് തൊട്ടുള്ള ആ ബൂത്ത് നിൽക്കുന്ന സ്ഥലത്താണ് VK കൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് അത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ നിലയിൽ ഫേക്ക് ഐഡികളിലൂടെ വ്യാപകമായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത വേട്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും വേട്ടയാടുന്നുണ്ട്, എന്തും പറയുന്നുള്ളതാണ്. ഇതൊക്കെ പയ്യന്നൂരിൽ ഇങ്ങനെ നടക്കുന്നു. പോലീസിന് മുമ്പിൽ നിരവധിയായിട്ടുള്ള കേസുകൾ പരാതികളായിട്ട് പോയിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നു. ഇരകളാക്കപ്പെട്ടവർ ഇഷ്ടം പോലെയുണ്ട്, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമെന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഫലപ്രദമായിട്ട് ഇടപെടണം. ഞങ്ങൾ 10 കൊല്ലം ഭരണകക്ഷിയായിട്ടുണ്ടായിട്ടുള്ള ഒരു മുന്നണിയാണ്. ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു അനാവശ്യ കാര്യത്തിനും ഇതുവരെ ഇടവന്നിട്ടില്ല. തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് ഇവിടെ വന്നിട്ട് ഇരിക്കാറില്ല. ഇനിയിപ്പോൾ പല ആളുകൾക്ക് സീറ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അയക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവരും സ്ഥിരമായിട്ട് പിന്നെ വന്ന് ഓരോ ദിവസവും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് പോകുന്ന ഭരണകക്ഷി നേതൃത്വങ്ങളൊക്കെ പയ്യന്നൂരിൽ കാണാനുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് ആ പണി ഉണ്ടായിരുന്നില്ല, അന്നുമില്ല ഇന്നുമില്ല. പക്ഷെ ഇപ്പോൾ നീതിയും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. പയ്യന്നൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് തോറ്റതുകൊണ്ടൊന്നും ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു വലിയ ക്ഷീണമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നാടിന് നന്നായിട്ട് അറിയാം. വൈകിയെന്ന് പറഞ്ഞാൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയത്. അല്ലാതെ ഞങ്ങൾ വൈകിയിട്ടൊന്നുമില്ല, ഞങ്ങൾ സമയത്തിന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കണമെന്നുള്ളത് സമയത്തിനുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. വൈകിട്ടൊന്നുമില്ല, വളരെ കൃത്യമല്ലേ. അക്രമങ്ങൾ നടന്നാൽ സമയബന്ധിതമായി പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കണം. ഞങ്ങൾ ഇതിനും തടസ്സമുണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ മാസ്റ്റർ ഡ്രൈവർ എന്ന് പറയുന്നത് പുരുഷോത്തമാണ്. അയാളുടെ ജീവിത ലക്ഷ്യമാണ് പയ്യന്നൂരിലെ CPM-നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്.
കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ കൂടി പിന്നീട് ഞങ്ങളിന്ന് വെളിയിൽ പോയി. അയാളാണെങ്കിൽ ഇപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് UDFകാർക്ക് നിൽക്കാൻ സ്ഥലമില്ല. ജീപ്പിൽ അയാൾ കയറിയിട്ട് മുമ്പിൽ നിൽക്കുന്നു. അല്ലേ, മറ്റേ വിശ്വഗുരുവിനെ പോലെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ ഓഫീസ് ഉദ്ഘാടനത്തിന് അയാളാണ് എല്ലാവരും തട്ടി മാറ്റിയിട്ട് മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമില്ല. കാരണം അയാളെല്ലാം ഇങ്ങനെ നിൽക്കണം എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അയാൾ ഇതിൻ്റെ ഡ്രൈവറാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയാളെ വീട് ആക്രമിച്ചു. ആ വീട് ആക്രമിച്ചതിൻ്റെ പ്രതികളെ പോലീസ് പിടിച്ചു. ഞങ്ങൾ ചോദിക്കുന്നൊരു കാര്യം, ഇവിടെ ഇപ്പോൾ MLA ആയിട്ടുള്ള അയാൾ ഏറ്റവും ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം പിണറായി വിജയൻ്റെ പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ പോലീസ് ആണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് അല്ലല്ലോ, ഇപ്പോൾ UDFൻ്റെ പോലീസല്ല. പോലീസ് തന്നെയാണെങ്കിൽ അവർ UDFൻ്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ആൻഡ് സീ തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്താ ഇപ്പോൾ നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത്? ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളതാ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ന്യായമായിട്ടുള്ള കാര്യമല്ല ഉന്നയിക്കുന്നത്. തുടർ ഇതൊരു നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഇലക്ഷൻ കാലത്ത് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രകോപനവും LDFന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ചർച്ചയുള്ള സമയത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാതിരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിങ്ങൾ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങൾക്കും നിങ്ങൾക്കും പരിഹാരമുണ്ടാവുന്ന രീതിയിൽ പയ്യന്നൂർ പോലീസ് പല കേസിലും പയ്യന്നൂർ പോലീസിനെ കുറിച്ച് നമ്മൾക്കുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് അവർ മെല്ലെ പോക്ക് സമീപനമാണ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഈ ഒരു പരാതിയിലൂടെ അത് നിർത്താനാണോ LDF ഉദ്ദേശിക്കുന്നത്? തുടർ സമരങ്ങളോ മറ്റുള്ള പരിപാടികളോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്? എന്താണ് അത് പയ്യന്നൂർ അറിയാൻ ആഗ്രഹിക്കുന്നത്? അതിലെ പയ്യന്നൂർ പോലീസ് മെല്ലെ പോക്കാണ്, കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായം ഇവിടെ ഉന്നയിച്ചത് മാധ്യമപ്രവർത്തകരാണ്. ഞങ്ങളാ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ആവശ്യം ഉന്നയിച്ചു. പോലീസ് ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല, അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ആലോചിച്ച് ആവശ്യമായ രീതിയിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നല്ല ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റമായിട്ട് സംഘടിപ്പിക്കുന്നുള്ളതിലൊന്നും ഒരു സംശയമില്ല. ഞങ്ങൾ ആദ്യം തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്കൊന്നും ആലോചിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങളിത് അറിയണം. ഞങ്ങൾ ഈ ആവശ്യം പോലീസിന് മുമ്പിൽ വെക്കുക. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കണം. പയ്യന്നൂരിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണ് ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഈ ന്യായമൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോരോ കാര്യം വരുമ്പോഴും ഇടതുപക്ഷത്തിന് ഞങ്ങളെന്തോ അക്രമകാരികളാണെന്ന് സ്ഥാപിക്കാനുള്ള പണിയൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ അതിന് നന്നായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ അന്തസ്സുള്ള നിലയിൽ തന്നെയാണ് നിലവിൽ. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ് ഞങ്ങൾ ജനങ്ങൾക്കോട് ഉത്തരം പറയാനും ബാധ്യതപ്പെട്ടവരാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനൊരു ശരിയായ രീതിയിലുള്ള രീതിയിലേക്ക് പോകുന്നത്. തുടർന്ന് എന്ത് നിലയ്ക്കുള്ളത് പോലീസിൻ്റെ നിലപാടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ആലോചിക്കും. കാര്യമുള്ളത് ഇവിടെ മധുസൂദനും പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ വന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലൊന്ന്, എന്തേ ഞങ്ങൾ പരാതി കൊടുക്കാൻ വൈകിയെന്നല്ലേ? ഇതിൽ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള പരാതിയായിട്ട് ഞങ്ങൾ പരാതിക്കാരനായിട്ടുള്ളത് VK കൃഷ്ണൻ്റെ വീട് ആക്രമിച്ചിട്ടുള്ള കേസിലാണ്, പൂച്ചട്ടി തകർത്ത കേസിലാണ്. അത് ഞങ്ങൾ അന്നേ സമയത്ത് തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. മറ്റ് രണ്ട് കാര്യം എന്ന് പറയുന്നത്, പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ ബൈക്ക് കത്തിപ്പോയ കാര്യത്തിലും ഒപ്പം തന്നെ പടക്കം എറിഞ്ഞു വീട്ടിന് നേരെ എന്ന കേസിലും ഞങ്ങളല്ല പരാതിക്കാർ. ആ പരാതി ഓൾറെഡി ഇവിടെ ഉണ്ടുകയും ഇവിടെ കൊടുക്കുകയും FIR ഇടുകയും ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളെന്താ പരാതി കൊടുക്കാൻ വൈകി എന്നതിൻ്റെ ചോദ്യം പ്രസക്തമല്ല. അപ്പം ഞങ്ങളിപ്പോൾ ഈ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്ന ആവശ്യമാണ് ഞങ്ങളിവിടെ കൊടുത്തത്. ഞങ്ങൾ ആവശ്യമാണ് കൊടുത്തത്, ഞങ്ങൾ പരാതിയല്ല. പോലീസിൻ്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് പ്രതികളെ പിടിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ DYSPയുടെ മുന്നിലും പോലീസ് അധികാരികളുടെ മുന്നിലും കൊടുത്തത്.